ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. സർ, വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടന്നു വന്നിരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടത്താൻ കഴിയുന്നു എന്നത് സർക്കാരിൻ്റെ അഭിമാന നേട്ടമായി കരുതുന്നു. അവയവ സ്തംഭനം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് അവയവമാറ്റം മാത്രമാണ് ഏക ചികിത്സാ മാർഗം. ഏറെ ചിലവ് വരുന്ന പ്രസ്തുത ചികിത്സ സാധാരണ ആളുകൾക്കും ലഭ്യമാകുന്ന രീതിയിൽ തികച്ചും സൗജന്യമായി ചെയ്യുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. സർ, കൂടാതെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ സൗകര്യം ഒരുക്കി വളരെ നല്ല നിലയിൽ ശസ്ത്രക്രിയകൾ നടന്നു വരുന്നുണ്ട്. ഒരു ജനറൽ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ സൗകര്യം ലഭ്യമാക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്. കൂടാതെ രാജ്യത്ത് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതും എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ്. ഇത്തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വൻപിച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സർ, ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയവ ആരംഭിച്ചു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ത്വക്ക്, കരൾ എന്നിവയുടെ മാറ്റിവയ്ക്കൽ ആരംഭിക്കുകയും ത്വക്ക് ബാങ്ക് പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. സർ, ടേബിൾ ചെയ്യും. സർ, കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളും ജനറൽ ഹോസ്പിറ്റലും ഉൾപ്പെടെ അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ നേടിയ പുരോഗതിയും നേട്ടവും നമ്മുടെ നാട് സമീപകാലത്ത് അനുഭവിച്ചതാണ്. ഇപ്പോൾ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഷിബു എന്ന കൊല്ലത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ അവയവങ്ങൾ ഹൃദയം മാറ്റിവെക്കാൻ നേപ്പാൾക്കാരിയായ ഒരു പെൺകുട്ടിക്ക് സർക്കാർ ഇടപെട്ട് നടത്തിയ പരിശ്രമം ഏറെ ശ്രദ്ധേയമായിരുന്നു. സാർ, ഇങ്ങനെ സർക്കാർ മേഖലയിൽ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഇതിന് ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചില മാധ്യമങ്ങളിലും തെറ്റായ പ്രചാരവേല നടക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനത്തെ സഹായിക്കുന്ന രീതിയിലായി മാറുന്നുണ്ടോ? ഈ കാര്യം വ്യക്തമാക്കാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളതാണ്. അവിടെ ജനറൽ ആശുപത്രി എറണാകുളത്ത് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 8ഓ 9ാമത്തെയോ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. സാർ, ഈ ഉത്തരം സമർപ്പിച്ചതിന് ശേഷം ഒരു ഡെവലപ്മെൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സാർ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ആദ്യമായിട്ട് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് നടന്നു കഴിഞ്ഞു. സാർ, ശനിയാഴ്ചയാണ് അത് നടന്നത്. രോഗി സുഖമായി വരികയാണ്. സാർ, ഇത് വളരെ വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ്. സാർ, അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. രണ്ട്, ബഹുമാന്യനായിട്ടുള്ള കൽപ്പറ്റ അംഗം നേരത്തെ പറഞ്ഞതുപോലെ അവയവമാറ്റത്തിന് ഉണ്ടാകുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകുന്ന ചെലവ് വളരെ 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 ഭാരമേറിയതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനും വ്യക്തികൾക്കൊക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ഇവിടെ പറഞ്ഞു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. സാർ, ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45, 50 ഒക്കെ ലക്ഷം രൂപ പുറത്താകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. MLA മാരെന്ന നിലയിൽ നമ്മുടെ അടുത്ത് വന്ന് ആളുകൾ പറയുന്നുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി സാർ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു. സാർ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നതിന് വേണ്ടി, കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷേ സാർ, ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണം, കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഈ പറഞ്ഞതുപോലെ ഭീമമായ ചെലവ് സ്വകാര്യ വൻകിട ആശുപത്രികളിലാകുമ്പോൾ സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ 10 ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ സാർ, ആദ്യത്തെ 5ഉം പൂർണ്ണമായി സൗജന്യമായി ചെയ്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ട്. സാർ, ഈ 5 സൗജന്യമായി ചെയ്തത് കൂടാതെ സംസ്ഥാനത്ത് എവിടെ നടന്നാലും കാസ്പിലൂടെ പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു. സാർ, ഇതിലൊന്നും കവർ ചെയ്യപ്പെടാത്ത ചില ആളുകൾക്ക്, കാസ്പ് ഇല്ലാത്ത APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട്. സാർ, പൂർണ്ണമായി സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ഈ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സാർ, ഈ ശസ്ത്രക്രിയയുടെ ആ ചെലവ് മാത്രമല്ല, ഇതിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി 10-300 പോലീസ് സംവിധാനം ഉൾപ്പെടെ അതിനുവേണ്ടി സജ്ജമായി അത് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് സാധ്യമാക്കുന്നത്. അത് ഈ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ നിസ്സഹായരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സാർ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.